പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയുടെ മുമ്പിലേക്ക് വരികയാണ്. ആ സ്വഹാബിയാണെങ്കിലോ രോഗം വല്ലാത്ത അപകട അവസ്ഥയിൽ കിടക്കുന്ന സ്വഹാബിയാണ്. തന്റെ ശരീരം വല്ലാത്ത രീതിയിൽ ശോഷിച്ചു കിടക്കുന്ന, എല്ലും തോലുമായി കിടക്കുന്ന ഒരു സ്വഹാബിയാണ്. അത്രത്തോളം ആ സ്വഹാബിയുടെ രോഗം മൂർജിച്ചു പോയിരിക്കുകയാണ്. ആ സ്വഹാബിയുടെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. എന്നിട്ട് ആ സ്വഹാബിയുടെ അടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സ്വഹാബാ, നിങ്ങൾ അല്ലാഹുവിനോട് എന്ത് ദുആയാണ് ചെയ്തത്? സ്വഹാബനാണ്. അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തത്? ആ സ്വഹാബി പറഞ്ഞു, നബിയേ, ഞാൻ എപ്പോഴും പടച്ചവനോടൊരു ദുആ ചെയ്തിരുന്നു അല്ലാഹുവിന്റെ റസൂലേ. ഞാൻ എപ്പോഴും എന്റെ പടച്ചവനോട് ഒരു ദുആ ചെയ്തിരുന്നു നബിയേ. ഏത് ദുആ എന്നറിയോ? അല്ലാഹുമ്മ മാ കുന്ത മുആഖിബി ബിഹി ഫിൽ ആഖിറ എന്ന് ഞാൻ എന്റെ പടച്ചവനോട് ദുആ ചെയ്തിരുന്നു നബിയേ. അല്ലാഹുവേ, പടച്ചവനെ, ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ അദാബ് എനിക്ക് ദുനിയാവിൽ തന്നെ തരണേ അല്ലാ. പരലോകത്തിന്റെ ഭയാനകമായ അവസ്ഥയിലേക്ക് അത് മാറ്റിവെക്കല്ലേ അല്ലാ. അത് നീ പരലോകത്തേക്ക് മാറ്റിവെക്കല്ലേ അല്ലാ എന്ന് ഞാൻ എന്റെ പടച്ചവനോട് ദുആ ചെയ്തിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യന്റെ അടുത്തിരുന്നിട്ട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, മോനെ, ഇനി അങ്ങനെ ദുആ ചെയ്യല്ലേ മോനെ, ഇനി അങ്ങനെ ദുആ ചെയ്യല്ലേ മോനെ. അല്ലാഹുവിന്റെ ശിക്ഷ ഈ ദുനിയാവിൽ തന്നാലും അത് സഹിക്കാൻ പറ്റൂല മോനെ. അത് വല്ലാത്ത അസഹനീയമാണ് മോനെ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുമ്പോൾ അറിയാതെ പോലും പറയല്ലേ, അല്ലാഹുവേ, ദുനിയാവിൽ ചെയ്ത തെറ്റിന്റെ അദാബ് എനിക്ക് ദുനിയാവിൽ തന്നെ തന്നാ മതി, പരലോകത്തേക്ക് മാറ്റിവെക്കല്ലേ അല്ലാ എന്ന് പറയല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്ക് ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഏത് ദുആയാണ് എന്റെ പ്രിയപ്പെട്ടവരെ? അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഒരുപാട് നന്മകൾ തരണേ അല്ലാ. വഖിനാ അദാബന്നാർ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന അർത്ഥം വരുന്ന ഈ ദുആ നിങ്ങൾ പതിവാക്കണമെന്ന സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ രോഗിയായി കിടക്കുന്ന സ്വഹാബിയുടെ അടുത്തിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്തു. കാരുണ്യത്തിന്റെ പ്രവാചകന്റെ ദുആയല്ലേ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫശഫാഹു, ആ രോഗിയായി കിടന്ന മനുഷ്യന്റെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുത്തു എന്നാണ്.